morning students. നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ എക്സസൈസിലെ കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതില് ശ്രദ്ധിക്കുക, ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? കലോറി ഈസ് എ യൂണിറ്റ് ഓഫ് ഹീറ്റ് ഓർ എനർജി. എനർജിയുടെ യൂണിറ്റ് അല്ലെങ്കിൽ ഹീറ്റിന്റെ യൂണിറ്റ് കലോറി എന്ന് പറയാണ്. ഇനി ഇങ്ങനെ കൂടി പറഞ്ഞിട്ടുണ്ട്, ഈസ് ഈക്വൽസ് അബൌട്ട് 4.2 ജൂൾ. അതായത് ഒരു കലോറി 4.2 ജൂൾ ഉണ്ടാവാം. അങ്ങനെയെങ്കിൽ ഒരു ജൂള് 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുണ്ട്. ഒരു ജൂളിന്റെ യൂണിറ്റ് എന്താണുള്ളത്? ഇനി നമ്മളൊരു പുതിയ സിസ്റ്റം എടുക്കുകയാണ്. ആ പുതിയ സിസ്റ്റത്തിൽ പറഞ്ഞിരിക്കുന്നത് മാസ് ഈക്വൽ ടു ആൽഫ കെ ജി, ലെങ്ത് ഈക്വൽ ടു ബീറ്റ മീറ്റർ, ടൈം ഈക്വൽ ടു ഗാമ സെക്കൻഡ്സ്. അങ്ങനെയെങ്കിൽ കലോറി ഹാസ് എ മാഗ്നിറ്റ്യൂഡ് 4.2 into alpha raised to -1, beta raised to -2, gamma raised to 2 in the terms of new units. ക്വസ്റ്റ്യൻ പറയാം, ഒന്നുകൂടെ ശ്രദ്ധിച്ചോളാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. കലോറി എനർജിയുടെ ഒരു യൂണിറ്റ് ആണ്. ഒരു കലോറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ പറഞ്ഞേക്കണേ, 4.2 ജൂൾസ് ഉണ്ടാവാം ഒരു കലോറി. ഓക്കെ, ഇനി ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ പറഞ്ഞേക്കണേ 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്നത്. മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ അല്ലേ? ഇനി പറഞ്ഞാൽ നമ്മൾ ഒരു പുതിയ സിസ്റ്റം എടുക്കുകയാണ്. പുതിയ സിസ്റ്റത്തില് ലെങ്തിന് നമ്മൾ സാധാരണ എൽ എന്നും മാസിന് എം എന്നും ടൈമിന് ടി എന്നുമാണ് സിസ്റ്റം ഇന്റർനാഷണലിൽ പഠിച്ചിരിക്കുന്നത് അല്ലെ. പുതിയ സിസ്റ്റം CGS ആണ്, MKS ആണ്, FPS ആണെന്ന് പറഞ്ഞാൽ പുതിയ സിസ്റ്റം. അതിന് ലെങ്ത് ആൽഫ, മാസ് ആൽഫ, ലെങ്ത് ബീറ്റ, ടൈം ഗാമ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ വരില് പുതിയ സിസ്റ്റത്തില് ഈ യൂണിറ്റ് എത്രയായിരിക്കും ചോദിച്ചാൽ മനസ്സിലായോ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു ടേബിള് ഇതുപോലെ കൺസ്ട്രക്ട് ചെയ്യാം. ടേബിള് കൺസ്ട്രക്ട് ചെയ്യാന്ന് വെച്ചാൽ ശ്രദ്ധിച്ചൂടാട്ടോ, ഇങ്ങനെ പുതിയ സിസ്റ്റം തന്നെയാണ്. പുതിയ സിസ്റ്റത്തില് XYZ എന്നോ ABC എന്നോ ആൽഫ ബീറ്റ ഗാമ എന്നൊക്കെ തന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം സിസ്റ്റം ഇന്റർനാഷണൽ എടുക്കുക, പിന്നെ അവിടുത്തെ സിസ്റ്റം ഇന്റർനാഷണൽ എടുക്കുക, ദെൻ അടുത്തത് പുതിയ സിസ്റ്റം എടുക്കുക. നമ്മൾക്ക് പറഞ്ഞിരിക്കുന്ന പുതിയ സിസ്റ്റം ക്ലിയർ അല്ലേ? അപ്പോ ഈ സിസ്റ്റം ഇന്റർനാഷണലില് ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ശ്രദ്ധിച്ചോളാട്ടോ, നമ്മൾ എടുക്കുന്ന എനർജിയുടെ യൂണിറ്റ് ഇതാണ് 1 ജൂള് അല്ലെ. ഇനി പുതിയ സിസ്റ്റത്തിൽ പറഞ്ഞേക്കുന്നത്, പുതിയ സിസ്റ്റത്തിലെ വാല്യൂ നമുക്കറിയില്ല. അപ്പൊ ഇങ്ങനെ ചെയ്യുക, 1 ജൂൾ ഈക്വൽ ടു N1 എന്ന് കൊടുക്കുക. അതായത് എക്സിസ്റ്റിംഗ് സിസ്റ്റം ഇന്റർനാഷണലിലെ യൂണിറ്റിന് നമ്മൾ എന്ത് കൊടുക്കുക? N1 എന്ന് കൊടുക്കുകയാണ് വാല്യൂ. നമ്മൾ യൂണിറ്റ് അല്ലേ എഴുതിയേക്കണേ. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ, 1 ജൂൾ എന്ന് കൊടുത്തു. പിന്നെ ഇവിടെ നമ്മൾ മാസിനെ റെപ്രസെന്റ് ചെയ്യുന്ന M1 ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. പിന്നെ ലെങ്ത് L1 ആണ് 1 മീറ്റർ. ലെങ്ത് M1 ഈക്വൽ ടു മാസ് ആണ്, തെറ്റിപ്പോയതാണ്, മീറ്റർ അല്ല, എന്താണ് 1 kg എന്ന് എടുക്കുക. സിസ്റ്റം ഇന്റർനാഷണൽ ലെങ്തിന് 1 മീറ്റർ കൊടുക്കുക, ടൈമിന് എന്ത് കൊടുക്കുക? 1 സെക്കൻഡ് എന്ന് കൊടുക്കുക. ഓക്കെ, പുതിയ സിസ്റ്റത്തില് മാസ് M2 അത് പറഞ്ഞിരിക്കുന്നത് എത്രയുണ്ടെന്നാ പറഞ്ഞേക്കണേ? ആൽഫ kg എന്നാ പറഞ്ഞേക്കണേ മാസ്. ഓക്കെ, ഇനി ലെങ്ത് പറഞ്ഞേക്കുന്നത് ബീറ്റ മീറ്റർ എന്നാ പറഞ്ഞിരിക്കുന്നത് ലെങ്ത്. ടൈം പറഞ്ഞിരിക്കുന്നത് ഗാമ സെക്കൻഡ് എന്നാ പറഞ്ഞേക്കണേ ടൈം പറഞ്ഞേക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു കലോറി ഈക്വൽ ടു 4.2 into this one ആണ് കാണിക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു കൺവേർഷൻ ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റിയില് ഇങ്ങനെ എഴുതുക. എന്ന് പറയട്ടെ, N1 U1 ഈക്വൽ ടു N2 U2 എന്ന് കൊടുക്കുക. N1 U1 ഈക്വൽ ടു N2 U2. N1 എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ്, U1 എന്ന് വെച്ചാൽ യൂണിറ്റ്. നമുക്ക് ആദ്യത്തെ സിസ്റ്റം ഇന്റർനാഷണൽ ആണ്, രണ്ടാമതാണ് പുതിയ സിസ്റ്റം. ഈ പുതിയ സിസ്റ്റത്തിലെ N2 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ? അപ്പൊ നമുക്ക് എഴുതാം N2 ഈക്വൽ ടു, ഓക്കെ, N2 ഈക്വൽ ടു ഇങ്ങനെ എഴുതാം, N1 U1 ഡിവൈഡഡ് ബൈ എന്തും കൊടുക്കാം U2 എന്ന് എഴുതാം.
ആദ്യത്തെ സിസ്റ്റത്തില് ഒരു കലോറി എന്നാ പറഞ്ഞേക്കണേ, ഒരു കലോറി എന്ന് പറഞ്ഞാൽ 4.2 ജൂൾ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ആദ്യത്തെ സിസ്റ്റത്തില് N1 മാഗ്നിറ്റ്യൂഡ് 4.2 ആണ്, ജൂൾ എന്നാണ് തന്നേക്കണേ. ജൂള് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, എന്തൊക്കെയാണ്? കിലോഗ്രാം എന്ന് പറഞ്ഞാൽ മാസ് ആണ് വന്നേക്കുന്നത് ഒന്നാമത്തേതില് M1. ഓക്കെ, രണ്ടാമത്തത് മീറ്റർ സ്ക്വയർ, അപ്പൊ L1 സ്ക്വയർ, പിന്നെ ഒരു ടൈം ഉണ്ട് T1. ക്ലിയർ അല്ലേ? പവർ കൊടുക്കാം കേട്ടോ. ഡിവൈഡഡ് ബൈ പുതിയ സിസ്റ്റത്തില് നമുക്ക് തന്നിരിക്കുന്നത് നോക്കിയേ M2 L2 പിന്നെ എത്രയാ T2 ഇങ്ങനെയാ വരേണ്ടത്. ക്ലിയർ അല്ലേ? ഇനി ഈ പുതിയ രണ്ട് സിസ്റ്റം എടുത്താലും രണ്ട് സ്ഥലത്തെയും മാസിന്റെ പവർ സെയിം ആയിരിക്കണം. മാസ് ഇവിടെ പറഞ്ഞേക്കുന്നത് 1 kg, മാസിന്റെ പവർ 1 എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം ഈ M1 റേസ് ടു എത്രയാ വരണ്ടേ? M1 റേസ് ടു 1 എന്നാ വരേണ്ടത്. ഓക്കെ, ഇനി ലെങ്ത് L1 റേസ് ടു, ഈ ലെങ്ത് നേരെ വന്നില്ല കേട്ടോ. ലെങ്ത് റേസ് ടു L1 ബൈ L2 റേസ് ടു, ലെങ്ത്തിന്റെ പവർ 2 അല്ലേ, ടൈമിന്റെ പവർ -2 എന്നാ വന്നേക്കുന്നത്. മനസ്സിലായോ? അതായത് ഞാൻ ഒന്നുകൂടി എഴുതി കാണിക്കാം. ഈ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റികളില് ശ്രദ്ധിക്കാട്ടോ, ഞാൻ ലീനിയർ ആയിട്ട് എല്ലാം കൂടി കാണിക്കുമ്പോൾ ഒരു ഓർഡർ ഷഫിൾ ആയി പോയി, അതുകൊണ്ട് ശ്രദ്ധിച്ചുകൂടാ. U1 പകരം 4.2, N1 പകരം 4.2. യൂണിറ്റ് എന്തൊക്കെയാണ്? മാസ് ഉണ്ട്, ലെങ്ത് ഉണ്ട്, ടൈം ഉണ്ട് അല്ലെ. അതേപോലെ അത് ഫസ്റ്റ് സിസ്റ്റത്തില് M1 L1 T1. രണ്ടാമത്തെ സിസ്റ്റത്തില് എന്തൊക്കെയാണ്? M2 ഉണ്ട്, L2 ഉണ്ട്, T2 ഉണ്ട്. ക്ലിയർ? ഇനി ശ്രദ്ധിക്കാട്ടോ, രണ്ട് സ്ഥലത്തും മാസുകൾ വരേണ്ടത്, മാസിന്റെ പവർ പറഞ്ഞേക്കണം 1 അല്ലേ. അപ്പൊ ഓൾ റേസ് ടു 1 എന്ന് വരും. ഇനി ലെങ്ത്തുകൾ വരേണ്ടത് ശ്രദ്ധിക്കുക. ലെങ്ത്തിന്റെ പവർ നമുക്ക് തന്നിരിക്കുന്നത് 2 ആണ്, ടൈമിന്റെ പവർ ആണെങ്കിൽ -2 എന്നുമാണ് തന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി അതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്തൊക്കെ എഴുതാൻ പറ്റും നോക്കിയേ. 4.2 into M1 by M2. M1 ന്റെ വാല്യൂ 1 kg എന്നാണ്, M2 ന്റെ വാല്യൂ ആൽഫ kg എന്നാണ് അല്ലെ. അപ്പൊ M1 ന് പകരം 1 kg കൊടുക്കുക, M2 ന് പകരം ആൽഫ kg എന്ന് ആക്കുക. അപ്പൊ ഇത് റേസ് ടു എത്ര വരും? 1 വരും അല്ലെ. മാസിന്റെ പവർ 1 അല്ലേ. ഇനി അടുത്ത ലെങ്ത് എടുക്കുക. ആദ്യത്തെ ലെങ്ത് 1 മീറ്റർ, രണ്ടാമത്തെ ലെങ്ത് ബീറ്റ മീറ്റർ. അപ്പൊ എങ്ങനെ എഴുതാം? 1 മീറ്റർ ഡിവൈഡഡ് ബൈ ബീറ്റ മീറ്റർ എന്ന് എടുക്കുക. ഓൾ റേസ് ടു എത്ര വരും? 2 എന്ന് എടുക്കുക അല്ലെ. ഓൾ റേസ് ടു 2. നെക്സ്റ്റ് ക്വാണ്ടിറ്റി ശ്രദ്ധിക്കുക. ടൈമിന്റെ പവറുകൾ നോക്കുക കേട്ടോ. ഇവിടെ 1 സെക്കൻഡ് ആണ് T1, ഇവിടെ ഗാമ സെക്കൻഡ് ആണ്. അപ്പൊ എന്ത് വരും? 1 സെക്കൻഡ് ഡിവൈഡഡ് ബൈ ഗാമ സെക്കൻഡ് റേസ് ടു എത്രയാ? -2 എന്നും വരും. ക്ലിയർ അല്ലേ? ഇതില് ഈ കിലോഗ്രാം കട്ട് ചെയ്യുക, മീറ്റർ കട്ട് ചെയ്യുക, സെക്കൻഡ് കട്ട് ചെയ്യുക. എന്നിട്ട് ഈ ആൽഫയെ മുകളിലേക്ക് എടുക്കുക. അപ്പൊ ആൽഫ മുകളിലേക്ക് വരുമ്പോ ആൽഫ റേസ് ടു -1 ആവില്ലേ. അപ്പൊ ആൻസർ ഇങ്ങനെ എഴുതാം 4.2 into ആൽഫ റേസ് ടു -1. ഓക്കെ, ആൽഫ റേസ് ടു -1. ഇനി ഈ ബീറ്റ മുകളിലേക്ക് വരുമ്പോ -1 ആവും. അതിനൊരു സ്ക്വയർ കൂടി ചെയ്യണം. അപ്പൊ ബീറ്റ റേസ് ടു എങ്ങനെ എഴുതാം? -2 എന്ന് എഴുതാം. ഓക്കെ, ഗാമ മുകളിലേക്ക് വരുമ്പോ മൈനസ്, ആ മൈനസും കൂടി കൂടുമ്പോ അത് പ്ലസ് ആവും. അപ്പൊ ഗാമ റേസ് ടു എന്ന് എഴുതാം. അപ്പൊ ഇതാണ് പുതിയ സിസ്റ്റത്തിലെ എനർജിയുടെ യൂണിറ്റ്. 4.2 into the answer ആൽഫ റേസ് ടു -1, ബീറ്റ റേസ് ടു -2, ഗാമ റേസ് ടു 2. മനസ്സിലായോ? ഇതാണ് നമ്മളുടെ ഈ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ. ക്ലിയർ അല്ലേ ചെയ്തേക്കുന്നത്? അപ്പൊ ഇത് ചെയ്തു നോക്കുക, ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. thereafter നിങ്ങൾ ഒന്ന് എഴുതി നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഡൗട്ട് ചോദിക്കുക, എക്സ്പ്ലെയിൻ ചെയ്തു തരാം വീണ്ടും. ഓക്കെ, ഇതാണ് നമ്മളുടെ പുതിയ സിസ്റ്റത്തിലേക്ക് മാറ്റാനുള്ള യൂണിറ്റുകളെ കൺവേർട്ട് ചെയ്യാനുള്ള മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. Which of the following is the most precious device for measuring length? ഇത് ഏത് ഇൻസ്ട്രുമെന്റ് ആണ് ഏറ്റവും നല്ല കറക്റ്റ് വാല്യൂ തരുന്നത്? ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഈ രണ്ട് ഡിവൈസ് നിങ്ങൾ ലാബിൽ പഠിക്കാൻ പോണതാ.
വെർനിയർ കാലിപ്പർ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, ലാബിലാണ് പഠിക്കുക നിങ്ങൾ. വിത്ത് 20 ഡിവിഷൻസ് ഓൺ ദ സ്ലൈഡിംഗ് സ്കെയിൽ. സ്ലൈഡിംഗ് സ്കെയിലില് 20 ഡിവിഷൻസ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അതില് ഇവിടെ പറഞ്ഞേക്കുന്നത് സ്ക്രൂ ഗേജ് ഓഫ് പിച്ച് 1 mm ആൻഡ് 100 ഡിവിഷൻസ് ഓൺ ദ സർക്കുലർ സ്കെയിൽ. സർക്കുലർ സ്കെയിൽ 100 ഡിവിഷൻസ് ഉണ്ട്. ഇനി പറഞ്ഞാൽ ആ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ദാറ്റ് ക്യാൻ മെഷർ ദ ലെങ്ത് വിത്തിൻ ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. അപ്പൊ ഇതില് ഈ പറയുന്ന 3 ഇൻസ്ട്രുമെന്റുകൾക്കും ഒരു ലീസ്റ്റ് കൗണ്ട് ഉണ്ട്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. നമ്മൾ സ്കെയിൽ എടുക്കുക ഇൻസ്ട്രുമെന്റ് ബോക്സിലെ. ഈ സ്കെയിൽ എടുക്കുമ്പോ ഒരു എൻഡില് 0, പിന്നെ ഒരു 1, പിന്നെ ഒരു 2, ഇങ്ങനെയാ പോണത്. ഈ 0 കഴിഞ്ഞാൽ കുറെ ചെറിയ ഡിവിഷന് ശേഷമാണ് 1 വരിക. അപ്പൊ ഈ 0 കഴിഞ്ഞ് കിട്ടുന്ന ആദ്യത്തെ ഡിവിഷന്റെ വാല്യൂ 1 mm ആണ്. അപ്പൊ ഈ ഒരു ചെറിയ ഡിവിഷന്റെ വാല്യൂ അല്ലേ 1 mm, അതിനെ പറയുന്ന പേരാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ലീസ്റ്റ് കൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോ, ഇത് നിങ്ങൾ പഠിച്ചിട്ടില്ല, ലീസ്റ്റ് കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേ ഈ പറയുന്ന ഓരോ ഇൻസ്ട്രുമെന്റുകൾക്കും ഓരോരോ ലീസ്റ്റ് കൗണ്ടുകൾ ഉണ്ട്. ഓക്കെ, ഇതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് വെച്ചാൽ 1 ഡിവൈഡഡ് ബൈ 100 എന്നാ വരിക. ഇവിടെ അങ്ങനെ 1/20 വരും. അപ്പൊ 1/100 അല്ലേ കുറച്ചുകൂടി ചെറുത്. ഇനി ഈ 1/100 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ആണ് 0.01 എന്നാ വരിക അല്ലെ. 1 mm എന്നാ പറഞ്ഞേക്കണേ. അപ്പൊ 0.001 എന്ന് വരും. 1 mm ആയതുകൊണ്ട് സെന്റിമീറ്ററിലേക്ക് മാറ്റുമ്പോ 1/100 ചെയ്യുക. 1 മില്ലിമീറ്ററിനെ സെന്റിമീറ്റർ ആക്കുമ്പോൾ 0.1 വരും. ബൈ 100 0.001. അപ്പൊ ഡെസിബിൾ കഴിഞ്ഞ് 3 ഡിജിറ്റ് ഇതിന് മെഷർ ചെയ്യാൻ പറ്റും. ഇത് 2 എണ്ണേ പറ്റുള്ളൂ. ഓക്കെ, ഇതിനാണെങ്കിൽ മോർ ദാൻ 3 പോസിബിൾ ആണ്. അപ്പൊ ഈ തന്നിരിക്കുന്നതില് പ്രഷ്യസ് ഇൻസ്ട്രുമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ പറയാ സി, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് പ്രഷ്യസ് ഡിവൈസ് ഫോർ മെഷറിംഗ് ലെങ്ത്. ഓർമ്മിച്ചുള്ള ഇതാണ് നല്ലത്. അത് കഴിഞ്ഞ് സ്ക്രൂ ഗേജ്, അതിലും കുറച്ചുകൂടി കുറവായിരിക്കും വെർനിയർ. മനസ്സിലായില്ലേ? അതായത് വെർനിയർ ഉപയോഗിച്ച് മെഷർ ചെയ്യുമ്പോൾ 2.02 അല്ലെങ്കിൽ 2.123 ഡെസിബിൾ കഴിഞ്ഞ് 2 നമ്പറേ പറ്റുള്ളൂ. സ്ക്രൂ ഗേജ് ആണെങ്കിൽ ഇതിനെ മെഷർ ചെയ്യാൻ 2.012 അല്ലെങ്കിൽ 2.2123 213 ഇങ്ങനെയൊക്കെ 3 ഡെസിബിൾ. അപ്പൊ ഡെസിബിൾ കഴിയുമ്പോൾ 2 എണ്ണേ പറ്റുള്ളൂ. ഇവിടെ 2 എണ്ണം, ഇവിടെ 3 എണ്ണം പറ്റും. 3 എണ്ണത്തിൽ ഇതിനാണ് പ്രഷ്യസ്. ഓക്കെ, അതിനും പ്രഷ്യസ് ആണ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്. ഓക്കെ അല്ലേ? Next question ശ്രദ്ധിക്കുക. A student measured the thickness of human hair by looking it through a microscope of magnification 100. ഒരു സ്റ്റുഡന്റ് ഒരു ഹ്യൂമൻ നമ്മുടെ ഹെയറിന്റെ തിക്നെസ് കണ്ടു ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച്. അതിന്റെ മാഗ്നിഫിക്കേഷൻ 100. മാഗ്നിഫിക്കേഷൻ വെച്ച് നിങ്ങൾ ഒരു പക്ഷേ 10th പഠിച്ചത് ഓർക്കുന്നുണ്ടാവാം. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ വലുതായി കാണിക്കാനുള്ള ഇൻസ്ട്രുമെന്റിന്റെ കഴിവിന് പറയുന്ന പേരാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ മാഗ്നിഫിക്കേഷൻ 100 എന്ന് പറഞ്ഞിട്ടുണ്ട്. He makes 20 observations and find that the average width of hair in the field of view of the microscope is 3.5 mm. Average width 3.5 mm ആണ്. What is the estimate on the thickness of hair? Hairന്റെ thicknessന്റെ estimation ആണ്. ഞാൻ പറയട്ടെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? മാഗ്നിഫിക്കേഷൻ 20 പ്രാവശ്യം മെഷർ ചെയ്തു. 3.5 mm ആണ് കണ്ടേക്കുന്ന തിക്നെസ്. ഒറിജിനൽ തിക്നെസ് എന്തായിരിക്കും എന്നാ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 20 പ്രാവശ്യം ചെയ്തപ്പോൾ 3.5 mm കിട്ടി. വലുതായി കണ്ടേക്കണേ ഒറിജിനൽ സൈസ് എന്താണ്? അപ്പൊ ഈ മാഗ്നിഫിക്കേഷൻ കാണാൻ ഇപ്പൊ നമ്മളൊരു ലെൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഉണ്ട്. h' by h എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ഒരു പക്ഷേ പഠിച്ചിട്ടുണ്ടാവാൻ 10th h' by h ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്നാ. അല്ലെങ്കിൽ അത് വിട്ടേക്കുക. ഈ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയട്ടെ, ഒറിജിനൽ എന്താ ഒബ്സർവ്ഡ് സൈസ് എടുക്കുക. ഒബ്സർവ്ഡ് സൈസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ സൈസ് എടുക്കുക. ഇതാണ് മാഗ്നിഫിക്കേഷൻ. അപ്പൊ ഈ ഒറിജിനൽ സൈസ് ഈക്വൽ ടു, അതായത് ആ ഒബ്ജക്റ്റിന്റെ ഒറിജിനൽ വലിപ്പം എന്ന് പറയുമ്പോൾ ഒബ്സർവ്ഡ് സൈസ് ഡിവൈഡഡ് ബൈ എം എന്നെടുത്താൽ പോലെ. ഒബ്സർവ്ഡ് സൈസ് 3.5 mm അല്ലേ പറഞ്ഞേക്കണേ. ബൈ മാഗ്നിഫിക്കേഷൻ ഇതാണ് 100 ആണ്. ക്ലിയർ? അപ്പൊ അത് ഡിവൈഡ് ചെയ്താൽ 0.035 mm എടുക്കാം. ഇതായിരിക്കും ആ ഹെയറിന്റെ ഒറിജിനൽ തിക്നെസ്. 100 ടൈംസ് വലുതാക്കിയപ്പോൾ into 100 3.5 ആയി. ഓക്കെ, ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ. ക്ലിയർ അല്ലേ?
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. A physical quantity P is related with four observables A, B, C, D are follows. അതായത് P എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. അതിന് എയും ബിയും സിയും ഡിയുമായിട്ട് റിലേറ്റ് ചെയ്ത ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട്. a ക്യൂബ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് സി ഇൻറ്റു ഡി എന്നാണ് തന്നേക്കണേ. പിയുടെ ഒരു റിലേഷൻ. എന്നിട്ട് നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടെ, എയിലെയും ബിയിലെയും സിയിലെയും ഡിയിലെയും എററുകൾ ഇങ്ങനെ പറഞ്ഞേക്കണേ. എ ബി സി ഡി അതിലെ എററുകൾ 1%, 3%, 4%, 2%, 1, 3, 4, 2 എന്നാ പറഞ്ഞേക്കണേ. വാട്ട് ഈസ് ദ പെർസെന്റേജ് എറർ ഇൻ ദ ക്വാണ്ടിറ്റി പി? ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഇതിലെ പിയിലെ എറർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ മനസ്സിലായോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ തിയറി പഠിച്ചപ്പോ കണ്ടിട്ടുള്ളതാണ് അല്ലെ? അപ്പൊ ഇതില് ഈ പിയുടെ പെർസെന്റേജ് എറർ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോളാം കേട്ടോ. ഈ പിയുടെ പെർസെന്റേജ് എറർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പിയുടെ പെർസെന്റേജ് എറർ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ. ഈ പിയുടെ പെർസെന്റേജ് എറർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ എഴുതാം. പിയുടെ പെർസെന്റേജ് എറർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഡെൽറ്റ പി ബൈ പി ഇൻറ്റു 100. ഇതാണ് പിയുടെ പെർസെന്റേജ് എറർ. ചേഞ്ച് ഇൻ അല്ലെങ്കിൽ അബ്സല്യൂട്ട് എറർ ബൈ ഒറിജിനൽ വാല്യൂ ഇൻറ്റു 100. റൈറ്റ് സൈഡിൽ എ ക്യൂബ്, എക്ക് ഒരു പവർ ഉണ്ട് 3 ആണ്. അപ്പൊ 3 ഇൻറ്റു എയുടെ എറർ ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100. എയുടെ പെർസെന്റേജ് എറർ പ്ലസ് ബിയുടെ പെർസെന്റേജ് എറർ എടുക്കാം. 2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 എടുക്കാം. ബിയുടെ പെർസെന്റേജ് എറർ ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, എറർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും പ്ലസ് ചെയ്യുള്ളൂ. ഡിവൈഡർ ബൈ ആണ് പ്ലസ് ചെയ്യുക. റൂട്ട് സി എന്നല്ലേ തന്നേക്കുന്നത്. ഈ റൂട്ട് സിനെ സി റേസ് ടു 1/2 എന്നാക്കാം. റൂട്ടിന് വേറൊരു ഫോം ആണ് റേസ് ടു 1/2. അപ്പൊ ഈ റേസ് ടു 1/2 വരുമ്പോ ഇതിന്റെ പവർ ഇതാണ് 1/2. ദെൻ സിയുടെ എറർ ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100 എന്ന് വരും. ഓക്കെ, അപ്പൊ സിയുടെ പെർസെന്റേജ് എറർ എഴുതി. പ്ലസ് ഒരു ഡി കൂടി ഉണ്ട്. ഡിയുടെ പെർസെന്റേജ് എന്ന് പറയുമ്പോൾ എഴുതാൻ ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100. ഇതാണ് ഡിയുടെ പെർസെന്റേജ്. ഡി റൂട്ടിന്റെ പുറത്താണ്, പവർ 1. ഇനി ശ്രദ്ധിക്കുക, ഈ എഴുതിയിരിക്കുന്ന റിലേഷനില് ഈ ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എയുടെ പെർസെന്റേജ് എറർ ആണ് അല്ലെ? ഈ എയുടെ പെർസെന്റേജ് നമുക്ക് തന്നേക്കുന്ന 1% എന്നാ. അപ്പൊ 3 ഇൻറ്റു 1 കാണുമ്പോൾ ആദ്യത്തെ എറർ 3% എന്ന് വരും. 3 ഇൻറ്റു ഈ വാല്യൂ 1% തന്നിട്ടുണ്ട്. അടുത്ത ശ്രദ്ധിക്കുക, ബിയുടെ പെർസെന്റേജ് 3 എന്നാ തന്നേക്കണേ. അപ്പൊ ഈ ബ്രാക്കറ്റിന് പകരം 3 കൊടുക്കുക. അപ്പൊ 2 ഇൻറ്റു 3 എത്രയായി? 6% എന്ന് വരും. ഓക്കെ അല്ലേ? പ്ലസ് 1/2 ഇൻറ്റു സിയുടെ പെർസെന്റേജ് 4 ആണ്. അപ്പൊ 1/2 ഇൻറ്റു 4 പ്ലസ് ഡിയുടെ പെർസെന്റേജ് എത്രയുണ്ട്? ഒരു 2 കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതാം. 3% പ്ലസ് 6% പ്ലസ് 2% പ്ലസ് 2%. ഇങ്ങനെയല്ലേ വരിക? ഹാഫ് ഓഫ് 4 2. അതാണ് ഈ കിടക്കുന്ന 2. Then ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും 13% എന്ന് വരും. അപ്പൊ ഈ തന്നിരിക്കുന്ന റിലേഷനില് പിയുടെ പെർസെന്റേജ് ചോദിച്ചാൽ ഇത്രയാണ്, 13% എന്ന് എടുക്കാം. 13% ആൻസർ. ഇതാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ, 13%. അപ്പൊ ഓർക്കുക, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുള്ളതാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ശ്രദ്ധിച്ചോളാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്? എ ബുക്ക് വിത്ത് മെനി പ്രിന്റിംഗ് എറർ contains 4 different formula for the displacement y. y എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയുടെ 4 ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻസ് നമുക്ക് ദാ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, undergoing a certain periodic motion, ഒരു പീരിയോഡിക് മോഷൻ ഇരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ A maximum displacement ആണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ V velocity ആണ്, T time period. അല്ലെങ്കിൽ rule out the wrong formula on dimensional grounds. അതായത് ഈ തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള ഫോർമുല ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ. ക്ലിയർ? അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ട. ഫസ്റ്റ് ക്വസ്റ്റ്യൻ A പറഞ്ഞിരിക്കുന്നത് y equal to A sin 2 pi t
ബൈ ടി എന്നാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് എ ആംപ്ലിറ്റ്യൂഡ് ആണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇതിന്റെ ഡയമെൻഷൻ എൽ ആണ്. എ ഡിസ്പ്ലേസ്മെന്റ് ആണ് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അപ്പൊ ഇത് എല് ഇതും എല് അല്ലെ. അപ്പൊ ഇത് എല് വന്നു. ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇക്വേഷൻ കറക്റ്റ് ആവണമെങ്കിൽ ഇനി കിടക്കുന്നവർക്ക് ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ നോക്കിയാൽ മതി. ഇതൊരു ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആണ്. ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ കൂടെ വരുന്ന വാല്യൂ ആംഗിൾ ആണ്. ആംഗിളിന് ഡയമെൻഷൻ ഇല്ല, ശരിയല്ലേ? അപ്പൊ ഈ ആംഗിളിന് ഡയമെൻഷൻ നോക്കിയാൽ മതി. ആംഗിളിന് ഡയമെൻഷൻ ഉണ്ടെങ്കിൽ ഈ ആൻസർ തെറ്റാ, ഇല്ലെങ്കിൽ ശരിയാണ്. ശ്രദ്ധിച്ചോളാട്ടോ. 2π ഡയമെൻഷൻ ഇല്ല. ഇത് ടൈം ബൈ ടൈം ആണ്, ക്യാൻസൽ ആയി പോകും. അപ്പൊ ഈ ആംഗിളിന് ഡയമെൻഷൻ ഇല്ല. സോ ഫസ്റ്റ് ഇക്വേഷൻ ഈസ് കറക്റ്റ്. നമ്മൾ തെറ്റായിട്ടുള്ളത് റൂൾ ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ഇക്വേഷൻ നോക്കുക. സെക്കൻഡ് ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, y ഈക്വൽ ടു a sin vt എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത് ലെങ്ത് ഡയമെൻഷനിൽ കറക്റ്റ് ആയി. ആംഗിൾ ചെക്ക് ചെയ്യാണ്. വെലോസിറ്റി ഇൻടു ടൈം എന്നാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ അല്ലെ. അപ്പൊ ഈ വെലോസിറ്റി ഇൻടു ടൈം എന്ന് പറയുന്ന ഈ ആംഗിളില് നമ്മൾ അതിന്റെ ഡയമെൻഷൻ നോക്കുകയാണ്. വെലോസിറ്റി ഇൻടു ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് എന്നല്ലേ വരുന്നത് അല്ലെ. നിങ്ങൾ ഐഡന്റിറ്റി പഠിച്ചിട്ടില്ലേ? വെലോസിറ്റി ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പൊ വെലോസിറ്റി ടൈം ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷൻ ആണ് l⁻⁴. ആംഗിളിന് ഡയമെൻഷൻ ഉണ്ട് ഇവിടെ. ക്ലിയർ? ആംഗിളിന് ഡയമെൻഷൻ ഉള്ളതുകൊണ്ട് ഈ ഇക്വേഷൻ തെറ്റാ. അപ്പൊ സെക്കൻഡ് ഇക്വേഷൻ ഈസ് റോങ്. ബുക്കിൽ പ്രിന്റിംഗ് എറർ ഉണ്ടെന്നാ പറഞ്ഞേക്കണേ, ഇത് തെറ്റിപ്പോയി. ആംഗിളിന് ഡയമെൻഷൻ വരാൻ പാടില്ല. ക്ലിയർ അല്ലേ? Then next തേർഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. സി പറഞ്ഞിരിക്കുന്നത് y ഈക്വൽ ടു a divided by t into sin t by a എന്നാണ് തന്നിരിക്കുന്നത്. ഇതൊന്നും നോക്കാനില്ല, ഈ ഇക്വേഷൻ തെറ്റാണ്. കാരണം എന്ന് പറയട്ടെ, ഈ ഇക്വേഷനിലെ ഇത് y ലെങ്ത്, ഇത് ആംപ്ലിറ്റ്യൂഡ് ലെങ്ത്, ഇത് y ലെങ്ത്, ഇത് ആംപ്ലിറ്റ്യൂഡ് ലെങ്ത്. ഇവിടെ y ഈക്വൽ ടു a by t എന്നാ ലെങ്ത് ബൈ ടൈം. അപ്പൊ ഈ തന്നിരിക്കുന്ന വാല്യൂ വെലോസിറ്റി, ഇത് y ആണ്, തെറ്റിപ്പോയി. ഓക്കെ, അപ്പൊ ഇത് തെറ്റ്, മനസ്സിലായില്ലേ? കൂടാതെ ഈ ആംഗിൾ ഡയമെൻഷൻ വരും. ആംഗിൾ ഡയമെൻഷൻ എഴുതുമ്പോഴേ ഇത് t by l എന്നാ കിട്ടുക. അതായത് p(l⁻⁻1) ആവും. തെറ്റിപ്പോയില്ലേ? അപ്പൊ ആംഗിളിന്റെ ഡയമെൻഷൻ വന്നു. ഒന്നാമത്തെ തെറ്റ്. ഇതിന്റെ ഡയമെൻഷൻ ലെങ്ത്തിന്റെ ഡയമെൻഷൻ അല്ല, വൈയുടെ ഡയമെൻഷൻ അല്ല. രണ്ടാമത്തെ തെറ്റ്. സോ ഈ കാണുന്ന ഇക്വേഷൻ തെറ്റാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഇക്വേഷൻ തെറ്റ്. നാലാമത്തെ ഇക്വേഷൻ നോക്കാം കേട്ടോ. ഇങ്ങനെയാണ് തന്നേക്കണേ, y ഈക്വൽ ടു a divided by √2. സോറി, y ഈക്വൽ ടു a divided by ഇല്ല, a√2 into ഇങ്ങനെ തന്നേക്കണേ sin 2πt by t. ഓക്കെ, പ്ലസ് cos 2πt by t എന്ന് തന്നേക്കണേ. ഈ ആംഗിളും സെയിം അല്ലേ? 2πt by t. 2π ഇല്ല, t by t പോകും. 2π ഇല്ല, t by t പോകും. അപ്പൊ ഈ രണ്ട് ആംഗിളും ഡയമെൻഷൻ ഇല്ല. അപ്പൊ ഇത് ലെങ്ത് ആണ്. 1/√2 നോക്കണ്ട, സോ √2 നോക്കണ്ട, ഡയമെൻഷൻ ഇല്ലല്ലോ. അപ്പൊ y-യും a-യും ഈക്വൽ ആണ്. സോ ഇക്വേഷൻ കറക്റ്റ് ആണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന നാലെണ്ണത്തില് എയും ഡിയും കറക്റ്റ്, ഫസ്റ്റും ഫോർത്തും കറക്റ്റ്, സെക്കൻഡും തേർഡും ഇക്വേഷൻ തെറ്റ്. അപ്പൊ നിങ്ങൾ ഇനി തുടങ്ങി ഒരു ഇക്വേഷൻ തന്നിട്ട് കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചെക്കിംഗ് ഇതായിരിക്കണം. ഫസ്റ്റ് ആംഗിൾ നോക്കുക, ആംഗിളിന് ഡയമെൻഷൻ ഉണ്ടോ എന്ന് നോക്കുക. ആംഗിളിന് ഡയമെൻഷൻ വന്നാൽ ആ ഇക്വേഷൻ തെറ്റാണ്, ഇല്ലെങ്കിൽ ശരിയായിരിക്കും. ഇല്ലെങ്കിൽ ആ ആംപ്ലിറ്റ്യൂഡിന്റെ കൂടെ ചെക്ക് ചെയ്യണം. ഓക്കെ, ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ. അപ്പൊ നമുക്ക് കിട്ടി ആ ഇക്വേഷൻ തെറ്റാന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതാണ്, ഫേമസ് റിലേഷൻ ഇൻ ഫിസിക്സ് റിലേറ്റ്സ് മൂവിംഗ് മാസ് ടു ദ റെസ്റ്റ് മാസ് m ഓഫ് എ പാർട്ടിക്കിൾ ഇൻ ടേംസ് ഓഫ് സ്പീഡ് v ആൻഡ് സ്പീഡ് ഓഫ് ലൈറ്റ്. വിയും സിയും ഉപയോഗിച്ച് റെസ്റ്റ് മാസും മൂവിംഗ് മാസും തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്ക് തന്നിരിക്കുകയാണ്. ഇനി പറഞ്ഞിരിക്കുന്നത്, a boy recalls the relation almost correctly by forget where to put the constant c. ഇതിൽ c എവിടെ കൊടുത്താൽ ഈ ഇക്വേഷൻ കറക്റ്റ് ആവും എന്നാ ചോദിച്ചേക്കുന്നത്.
ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാട്ടോ നിങ്ങള്. ഈ തന്നിരിക്കുന്ന ഇക്വേഷനില് ഇങ്ങനെയാണ് നമുക്ക് വാല്യൂ തന്നിരിക്കുന്നത്. എം ഈക്വൽ ടു m0 ഡിവൈഡഡ് ബൈ ഈ റേസ് ടു 1/2 പകരം നമുക്ക് വേണ്ടി റൂട്ട് കൊടുക്കാം 1 മൈനസ് വി സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഇക്വേഷനിൽ തെറ്റുണ്ട്. അപ്പൊ അത് തെറ്റ് തിരുത്താൻ വേണ്ടി സിയും വിയും റിലേറ്റ് ചെയ്യുന്നൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ വി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഈ ഇക്വേഷൻ തിരുത്താൻ വേണ്ടി ഒരു സി അവിടെ പുട്ട് ചെയ്യും. ആ സി അവിടെ പുട്ട് ചെയ്യണമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആവണമെങ്കിൽ LHS ന്റെ ഡയമെൻഷൻ m⁻1 വരണം. ഈ RHS ന്റെ ഡയമെൻഷനും m⁻1 വരണം. ഹോമോജീനിറ്റി പ്രിൻസിപ്പിൾ ആണ് അല്ലെ? അപ്പൊ ബൈ ഹോമോജീനിറ്റി പ്രിൻസിപ്പിൾ ഇഫ് ദ ഇക്വേഷൻ ഈസ് കൺസിസ്റ്റന്റ്, അതായത് ശരിയാവണമെങ്കിൽ m⁻1 ഈക്വൽ ടു m⁻1 കിട്ടണം. മീൻസ് LHS ഉം RHS ഉം ഡയമെൻഷൻ സെയിം ആവണം. And it means that ഈ ക്വാണ്ടിറ്റിക്ക് ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല, അതല്ലേ മീനിങ്. അപ്പൊ ഇതിന് ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല എങ്കിൽ ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതിയാൽ പോലെ നോക്കി, m0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്നിട്ടാ പോലെ നോക്കി. അപ്പൊ ഇത് വെലോസിറ്റി സ്ക്വയർ ഇത് വെലോസിറ്റി സ്ക്വയർ ക്യാൻസൽ ആയി പോകും. അപ്പൊ ഇത് അങ്ങോട്ട് പോയി. ബാക്കി റിലേഷൻ വരുന്നപ്പോ ഇതാണ് m ഈക്വൽ ടു m0 ഡിവൈഡഡ് ബൈ റൂട്ട് 1 or m equal to m0. ഡയമെൻഷനലി കറക്റ്റ് ആയില്ലേ? അപ്പൊ സി സ്ക്വയർ അല്ലെ സി എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും എന്ന് ചോദിച്ചാൽ ഡിനോമിനേറ്റർ ഓഫ് വി സ്ക്വയർ അവിടെ കൊടുക്കുക സി സ്ക്വയറിന്റെ വാല്യൂ. ഓക്കെ.